നിലവിൽ പി-മാർ-ക്യുവിന്റെ കണക്കാണ്. ബംഗാൾ ബി.ജെ.പി പിടിക്കുമെന്ന് പി-മാർ-ക്യു എക്സിറ്റ് പോൾ ഫലങ്ങൾ. കേരളം യു.ഡി.എഫ് ഭരിക്കുമെന്ന് ന്യൂസ് 18 സർവേ ഫലം. പശ്ചിമ ബംഗാളിൽ ആസാമിൽ ബി.ജെ.പി തൂത്തുവാരുമെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. ഇന്ത്യ ടുഡേയുടെ മാത്രമല്ല, ഒപ്പം NDTVയുടെ ഫലവും അസമിൽ ബി.ജെ.പി എന്ന് തന്നെയാണ്. അസമിൽ കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നുണ്ട്. വി ബിലീവ് ഇൻ പീപ്പിൾസ് പോൾ നോട്ട് എക്സിറ്റ് പോൾ എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അത് അസമിലെ കണക്കാണ്. കെ.സി. വേണുഗോപാലിനെ കൊണ്ട് തമിഴ്നാട് തുടർ ഭരണമെന്ന പീപ്പിൾസ് പൾസ്. തമിഴ്നാട്ടിൽ തുടർ ഭരണമെന്ന് പീപ്പിൾസ് പൾസ്. തമിഴ്നാട്ടിൽ ബംഗാളിൽ അട്ടിമറി എന്ന് പോൾ ഡയറി. അവിടെ ബി.ജെ.പി രണ്ടാമത്തെ ഏജൻസി കൂടി ബംഗാളിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നു. ബി.ജെ.പി ബംഗാളിൽ അധികാരം. അങ്ങനെയാണെങ്കിൽ പി. സുനിൽ, കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ തിരഞ്ഞെടുപ്പായി 2026 മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബംഗാൾ ബി.ജെ.പി പിടിച്ചാൽ അത് ചരിത്രമാണ്. ബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ എത്രയോ കാലത്തെ വലിയ പോരാട്ടമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിലേക്ക് ബി.ജെ.പിക്ക് കടക്കുക അത്ര എളുപ്പമായിരിക്കും. നോക്കൂ, നിങ്ങൾ കമ്മീഷനുമായി ചേർന്ന് നടപ്പാക്കിയിരിക്കുന്ന പദ്ധതി ഹിന്ദി ഹൃദയഭൂമി കീഴടക്കി. നിങ്ങൾ ഇടത്തും വലത്തും നിങ്ങൾ നോക്കൂ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് പോകുന്നു, അതേപോലെ നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റ് പോകുന്നു, തെക്കേക്ക് കർണാടക. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെർഫോമൻസ് നമ്മൾ ഇത്തവണ ജാൽമൂരി കഴിച്ച് നടക്കുന്ന പ്രധാനമന്ത്രി. ഇന്ന് അന്തിമ ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? വാരാണസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലായിരുന്നു പ്രധാനമന്ത്രി. ആ നിലയിലടക്കം വലിയ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് ബംഗാളിൽ പോയി ജയ് ശ്രീറാം എന്നല്ല വാക്കാളി എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി. ആ നിലയ്ക്ക് പരിവപ്പെടുന്ന ബി.ജെ.പിയെ, ബംഗാളിന്റെ സംസ്കാരത്തിലേക്ക് പരിവപ്പെടുന്ന പ്രധാനമന്ത്രിയെ പ്രകാരവും ബി.ജെ.പി തന്നെ വെസ്റ്റ് ബംഗാളിൽ മൂന്നാമത്തെ ഏജൻസി. ഇതുവരെയും ഒരൊറ്റ ഏജൻസി പോലും തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രവചിക്കുന്നില്ല. 3 ഏജൻസികളും ഇപ്പോൾ പ്രവചിക്കുന്നത് ബി.ജെ.പി അട്ടിമറി വിജയം ബംഗാളിൽ. പക്ഷേ ഇഞ്ചോടിഞ്ചാണെങ്കിലും കേവല രീതിയിലാണെങ്കിൽ എവിടെ നിന്നാണ് താഴെ ഇറങ്ങുന്നത്? നോക്കൂ, 223 നിന്നാണ് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. കേവല ഭൂരിപക്ഷമായ 148 താഴെയാണ് എ.ബി.പി.